Dhurandhar 2 is a well-made sequel to the first part, Dhurandhar 1, directed by Aditya sir. അഭിനയിച്ചിരിക്കുന്നത് സഞ്ജയ് ദത്ത്, രൺവീർ സിംഗിന് ആയും പറഞ്ഞു. രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അർജുൻ റാംപാൽ, സാറാ അർജുൻ, ആർ മാധവനൊക്കെ തുടങ്ങിയവരാണ്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന യുസൈർ ഉണ്ട്, ഉസൈർ, പിന്നെ ജമീൽ, അവരൊന്നും പേരറിയില്ല. പടം ഈസ് പൊളി, പടം ഈസ് ഹൈ, പടം ഈസ് റോ, പടം ഈസ് ഇൻറ്റൻസ്, പടം ഈസ് ഇമോഷണൽ, പടം ഈസ് ആൻഡ് മെയിനായിട്ട് ഇറ്റ് ഈസ് ബ്രൂട്ടൽ. ഇറ്റ് ഈസ് വെരി വെരി ബ്രൂട്ടൽ മൂവി. നമുക്ക് തന്നെ പ്രായമായ നമുക്കിപ്പോൾ എന്താ 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് പോലും കുറേ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഇതാണ് പടം. അപ്പോൾ കുഞ്ഞു പിള്ളേരൊന്നും പോയി കാണുകയേ ചെയ്യരുത് ഈ പടം. ഫസ്റ്റ് പാർട്ട് കൊണ്ട് നിർത്തി. അപ്പോൾ അത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇവരെത്തിക്കും, എങ്ങനെ പടം പഴയ നിർത്തിയ സ്ഥലത്ത് നിന്ന് എങ്ങനെ തുടങ്ങുന്ന അറിയാൻ എനിക്കത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ തുടങ്ങിയേക്കണ പരിപാടി പൊളിയാണ്. എന്താ പറയണേ, ഒരു പുതിയ പടമായിട്ടല്ല തുടങ്ങുന്നത്, ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവൽ ബ്ലോക്ക് വരെയാണ് ശരിക്കും 7 മണിക്കൂറത്തെ പടം അവർ ഷൂട്ട് ചെയ്തപ്പോൾ 7 മണിക്കൂറായി. ആദ്യത്തെ ഇൻ്റർവൽ ഒരു ബ്ലോക്കാണ് ഫസ്റ്റ് പാർട്ടാക്കി വെച്ചേക്കുന്നത്. ഇൻ്റർവൽ കഴിഞ്ഞുള്ള ഭാഗമാണ് ഇപ്പോഴത്തെ പാർട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം തന്നെ പടം ഹൈയാണ്, നമുക്കറിയാം എന്താണ്. അപ്പം എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പടം തുടങ്ങിയ ഇങ്ങനെ ഒന്ന് പയ്യതിലാകുക, കുറച്ചിലാകുക, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരും. പിന്നെ ഒരു കയറ്റമാണ് പടം. അന്നിട്ട് കയറി ഇവൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ സീൻ ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഫ്ലാഷ് ബാക്ക് ബോറായിരിക്കും കുറച്ച്. പക്ഷേ ഫ്ലാഷ് ബാക്ക് പൊളിയായിരുന്നു. പിന്നെ ഇവരെങ്ങനെ ഇമോഷണലി ഇതിലേക്ക് എത്തിപ്പെട്ടു. അത് ആ ഒരു ഫൈറ്റ് സീനൊക്കെ ചുമ്മാ എന്താ പറഞ്ഞ പൊളി ഫൈറ്റാണ്, അത്രത്തോളം പൊളിയാണ് അതൊക്കെ. നമ്മൾ ട്രെയിലറിലുള്ള ആ സോങ് ഇട്ടേക്കണേ, ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ളത്, അത് ചുമ്മാ അപ്പം തന്നെ എല്ലാവരും ഹൈ ആക്കി പടം. അങ്ങനെയാണ്, പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എല്ലാ ഫൈറ്റിനും. അതുകൊണ്ട് നമുക്കത് ശരിക്കും കണക്റ്റ് ആവും പടം. പിന്നെ സഞ്ജയ് ദത്ത് പൊളിയാണ്. സഞ്ജയ് ദത്ത് ഒരൊന്നും പറയാൻ പറ്റില്ല, അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ സഞ്ജയ് ദത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉസൈർ പാവോ ചെറുക്കൻ, ഒന്നും പറയുന്നില്ല. പിന്നെ ജമീൽ നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട ഇവരൊക്കെ ഇതിൽ പൊളിയാണ്. പിന്നെ രൺവീർ പഴയ പോലെ തന്നെ ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പുള്ളി മെയിനായിട്ട് ഹീസ് ദ ദുരന്തർ, ദുരന്തറാണ് പുള്ളി. അപ്പം അങ്ങനെ. പിന്നെ ഈ നോട്ട് നിരോധിക്കണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ട് നോട്ട് നിരോധിച്ചു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ എന്താ പറയണേ, നമ്മളത് വേറെ സിനിമ ആലോചിക്കും. ഈ നോട്ട് നിരോധനം വരുമ്പോഴത്തേക്കും വേറെ സിനിമ ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നോട്ട് നിരോധിക്കുന്ന ആ ഒരു സീൻ നമ്മൾ മലയാളത്തിൽ പടം കണ്ടിട്ടുണ്ട്. അതേ സാരം ഒരിടത്ത് നടക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അയ്യോ, അതൊക്കെ ചുമ്മാ പൊളിയായിരുന്നു. പിന്നെ എന്താ പറയണേ, പിന്നെ പറയാനായിട്ട് കുറേ ഉണ്ട് പടം. 4 മണിക്കൂർ പടം, 1 സെക്കൻഡ് പോലും ആകടിച്ചില്ല, 1 സെക്കൻഡ് പോലും സ്ക്രീൻ കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ കണ്ണെടുത്തു ഈ സീനൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണ് കുത്തിപ്പൊടുന്ന സീനുണ്ട്. പിന്നെ തല അറക്കുന്ന സീനുണ്ട്, ഇങ്ങനെ മുറിച്ച് അറുത്ത് മാറ്റുന്ന സീൻ. പിന്നെ തല ഇടിച്ച് പൊട്ടിക്കുന്നു. എക്സ്ട്രീം വയലൻസാണ് പടം. അതൊന്നും കുഞ്ഞു പിള്ളേരൊന്നും കൊണ്ട് കാണിക്കുകയോ ചെയ്യരുത്. അത് പ്രോപ്പറായിട്ട് തിയേറ്ററിലൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ഐഡൻറ്റി കാർഡൊക്കെ നോക്കിയിട്ട് കയറ്റി വിടുന്നതൊക്കെ. പടം പൊളിയാണ്. പടം നല്ല ഫസ്റ്റിൻ്റെ അത്ര അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ കളക്ഷൻ ഇരിക്കുകയുള്ളൂ. എനിക്ക് ഫസ്റ്റിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ടാണ്. ഇനി റിപ്പീറ്റ് വാല്യൂ ഒന്നുകൂടെ കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് എനിക്ക് അത്രയും തോന്നിയില്ലായിരുന്നു. സെക്കൻഡ് പാർട്ട് അങ്ങനെ എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്നില്ല, ഞാൻ പറയും കാണാൻ തോന്നും നമുക്ക് അങ്ങനെ. പക്ഷേ എൻ്റെ കൂട്ടുകാരന് അങ്ങനെയല്ലോ, ഞാൻ ഫസ്റ്റ് ആ കോളിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട, സെക്കൻഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്പെടില്ല, സെക്കൻഡ് പൊളിയാണ്. അതല്ല, സെക്കൻഡിനെക്കാട്ടിൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റാന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എങ്ങനെയാ അവസാന ഭാഗമൊക്കെ പൊളിയാണെന്ന് പറയല്ല. പടം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, തിയേറ്ററിൽ പോയി, നല്ല ആൾക്കാരുള്ള അടിപൊളി തിയേറ്ററിൽ പോയി പടം കാണുക. അത്രത്തോളം ഹൈ ഉണ്ട് പടത്തിൽ. കുറേ നമുക്ക് വിസിലടിക്കാനും കൈയടിക്കാനും ഒക്കെ സാധനങ്ങളുണ്ട് പടത്തിൽ. പിന്നെ പിന്നെ ഇതിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ ഉണ്ട്. ആ
ട്വിസ്റ്റൊക്കെ അയ്യോ നല്ലോണം വർക്കാവും ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് നമ്മളിങ്ങനെ അയ്യോ എൻ്റെ പൊന്നെ നമ്മളത് എന്നാ പറയണമെന്നും പറയാൻ പറ്റും. ട്വിസ്റ്റൊക്കെ പൊളിയാണ്. 3-4 ട്വിസ്റ്റ് ഉണ്ട്. ആ 3-4 ട്വിസ്റ്റും പൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമാക്സും പൊളിയാണ്. പിന്നെ ഇക്ബാലിൻ്റെ ക്യാരക്ടർ, ഇക്ബാലൊക്കെ ചുമ്മാ ഇക്ബാൽ ഓക്കെ. പിന്നെ ഈ ISIയുടെ വർക്കിംഗ് എങ്ങനെയാണ്, അവർ പാകിസ്ഥാൻകാർക്ക് തന്നെ ദോഷമാണ് ഈ ISIക്കാർ. അപ്പം അതിൻ്റെ അവന്മാരുടെ അതൊക്കെ അറിയാം, നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അവരുടെ ഇതൊക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്, അതൊക്കെ എന്താ ചുമ്മാ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പടം, പൊളിപ്പടം, സീനാണ് പടം എന്തായാലും. അയ്യോ ഫസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊളിയാണ്, ശരിക്കും പൊളിയാണ്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. സെക്കൻഡ് അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന ഫസ്റ്റ് പാർട്ട് കണ്ടവർ ഉറപ്പായിട്ടും പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം എന്നേ ഞാൻ പറയുള്ളൂ. അത്രയ്ക്കും പൊളി ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ.